എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 14 ശ്ലോകം 30, 31, 32. ബ്രഹ്മസ്തുതി തുടരുന്നു. ഭക്തിയില്ലാത്തവർക്ക് പുരുഷാർത്ഥപ്രാപ്തിയില്ല, മുക്തിയില്ല എന്ന് ഇതിനു മുമ്പ് പറഞ്ഞു. അതിനുശേഷം ബ്രഹ്മാവ് പറയണു, ഹേ സ്വാമിൻ, അവിടുത്തെ ദാസനായ എന്നിൽ അങ്ങയുടെ അനുഗ്രഹം തന്നെ ഉണ്ടാവണം. എനിക്ക് ആ ഒരു മഹാഭാഗ്യം മാത്രം ഉണ്ടായാൽ മതി. ഇതിനെ അനുഗ്രഹിക്കണം. ബ്രഹ്മാവ് പറയണു, എന്റെ കർമ്മദോഷം കൊണ്ട് ഏതെങ്കിലും എന്നെക്കാൾ ഇപ്പോഴത്തെ ഈ നിലയിൽ നിന്ന് തിര്യക്കുകളുടെ യോനിയിൽ പ്രവേശിക്കാൻ ഇടവന്നാൽ അതിലോ എന്ന് വേണ്ട ഏതു വിധമായ ജന്മം സിദ്ധിച്ചാലും ആവട്ടെ, ആ ജന്മത്തിൽ ഞാൻ നിന്തിരുവടിയുടെ പാദപത്മത്തെ സേവിക്കുന്നവനായ അങ്ങയുടെ സംബന്ധിവർഗത്തിൽ ഒരുവനായിട്ട് ഭവിച്ച് അങ്ങയുടെ പാദപല്ലവത്തെ സേവിക്കാൻ ഇടവരണം. അങ്ങനെയുള്ള ഒരു ഭാഗ്യം എനിക്ക് തരണേന്നാ പറയണത് ബ്രഹ്മാവ്. ഇപ്പൊ ഈ ബ്രഹ്മസ്ഥാനം പോയാലും ഏത് യോനിയിൽ ഞാൻ ജനിച്ചാലും എവിടെ പോയാലും എനിക്ക് ആ ജന്മത്തിലും അങ്ങയുടെ പാദപത്മത്തെ സേവിക്കാനുള്ള ഭാഗ്യം തരണം. അത് മാത്രം ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കണുള്ളൂ എന്ന്. നമുക്കും അതന്നെ പ്രാർത്ഥിക്കാനുള്ളതല്ലേ. എന്തൊക്കെ ജന്മം നമുക്ക് ഇനിയും കിട്ടിയാലും ഭഗവാന്റെ പാദപത്മത്തില് അചഞ്ചലമായ ഭക്തി ഉണ്ടാവണം. ഏത് ജന്മത്തിലായാലും അത് മാത്രമാണ് നമുക്കും പ്രാർത്ഥിക്കാനുള്ളത്. അതാണ് പ്രാർത്ഥിക്കേണ്ടതെന്നത് ബ്രഹ്മാവ് നമുക്ക് പറഞ്ഞു തരുന്നു. ബ്രഹ്മാവ് പറയണു, മറ്റൊന്നിനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും പറഞ്ഞ ബ്രഹ്മാവിന് അധപ്പതനൊന്നുമില്ല. എങ്കിലും ആ ഭക്തി കൊണ്ട് ബ്രഹ്മാവിന് ഒരിക്കലും അങ്ങനെയുള്ള വേറൊരു യോനിയിൽ ജനിക്കേണ്ടി വരില്ല, അധപ്പതനം ഇല്ല. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കണു. അപ്പോ അങ്ങനെയാണ് ഭക്തന്മാര് പ്രാർത്ഥിക്കേണ്ടത്. ആ വിനയപൂർവ്വം. ബ്രഹ്മാവിന്റെ വിനയാണ് അഹങ്കാരം എല്ലാം നശിച്ച് വിനയം വന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് അത് തന്നെ പ്രാർത്ഥിക്കാം. എത്ര ജന്മങ്ങള് നമുക്കുണ്ടായാലും ഭഗവാനെ അവിടുത്തെ തൃപ്പാദങ്ങളില് ഭക്തി ഉണ്ടാവാൻ അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ. പിന്നെ പറയണു, വൃന്ദാവനത്തിലെ ആ ഗോപസ്ത്രീകളെ എത്ര ഭാഗ്യവതികളാ. അഹോതിധന്യ വ്രജഗോരമണ്യ ധന്യാമൃതം പീതം അതീവതേ മുദാ യാസാം വിഭോ വത്സതരാത്മജാത്മനാ യൽ തൃപ്തയേ അദ്യാവിന ചാലമത്. ഈ ദേവനായിട്ടുള്ള ജന്മം സിദ്ധിക്കുന്നതിനേക്കാളും ഏതെങ്കിലും ഒരു ജന്മമാവട്ടെ, പക്ഷേ ആ ജന്മത്തില് നിന്തിരുവടിയില് ഭക്തി ഉണ്ടായിരുന്നു എന്നാൽ ആ ജന്മം തന്നെയാണ് ശ്രേഷ്ഠമായത് എന്ന് ബ്രഹ്മാവ് പറയാണ്. 7 ശ്ലോകങ്ങൾ കൊണ്ടാണ് അത് വർണ്ണിക്കുന്നത്. ദേവന്റെ ജന്മം കിട്ടിയെന്ന് വെച്ചിട്ട് കാര്യമില്ല. ഭക്തിയില്ലെങ്കിൽ ആ ജന്മം നിഷ്ഫലം. വ്രജത്തിലുള്ള പശുക്കളും ഗോപസ്ത്രീകളും ഏറ്റവും ധന്യകളായിട്ട് ഭവിച്ചു. അഹോ മഹാശ്ചര്യം. അവരുടെ ഭാഗ്യവിശേഷം വാചാമഗോചരം തന്നെ. എങ്ങനെ വാക്കുകൾ കൊണ്ട് പറയാനേ സാധിക്കില്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ നിന്തിരുവടി ഗോപകുമാരന്മാരുടെ രൂപങ്ങൾ ധരിച്ച് ഗോപസ്ത്രീകളുടെയും പശുക്കുട്ടികളുടെയും ഒക്കെ സ്വരൂപം ധരിച്ച് ആ പശുക്കളുടെ മുലപ്പാല് അമൃതം എന്ന പോലെ സ്വാദോടുകൂടി ഭുജിച്ചില്ലേ, അത്യധികമായ സന്തോഷത്തോടുകൂടി പാനം ചെയ്തില്ലേ. ഇതിന്റെ മീതെ അവർക്ക് സിദ്ധിക്കേണ്ടതായ ഭാഗ്യം എന്താണ്? അപ്പൊ ഞാൻ അവരുടെ പാല് കുടിച്ചതുകൊണ്ട് അവർക്ക് ധന്യത്വം എങ്ങനെയാ സിദ്ധിക്കണമെന്ന് അവിടുന്ന് വിചാരിക്കണ്ട. പറയണ ബ്രഹ്മാവ്, ഭഗവാനെ അവിടുന്ന് അവരിൽ പ്രസന്നനായിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ. അങ്ങയുടെ പ്രസാദ ലാഭത്തിനായിട്ട് ബഹുവിധ യജ്ഞങ്ങള് വേദങ്ങളിൽ വിധിക്കപ്പെട്ടിട്ടുണ്ട്. അനാദികാലം മുതൽക്ക് ഇന്നേവരെയും അങ്ങനെയുള്ള യജ്ഞകർമ്മങ്ങൾ നിന്തിരുവടിയുടെ ഈ വിധമുള്ള അനുഗ്രഹം സമ്പാദിക്കാൻ എന്നിട്ടും ഇതുപോലെയുള്ള ഒരു ഭാഗ്യം ആർക്കും കിട്ടിയിട്ടില്ല. അനുഗ്രഹം സമ്പാദിക്കാൻ മതിയായിട്ട് വന്നിട്ടില്ല എന്നാ പറയുന്നത്. ഇതുപോലെ ഭാഗ്യം ആ യജ്ഞങ്ങൾ ചെയ്തിട്ട് എത്രയോ കാലം യജ്ഞങ്ങൾ ചെയ്ത് ഭഗവാനെ സേവിച്ചിട്ടും അവർക്കൊന്നും ഇങ്ങനെയുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന അങ്ങ് യാതൊരു ഗോപസ്ത്രീകളിലും ഗോക്കളിലും ഇത്ര കാരുണ്യം പ്രത്യക്ഷപ്പെടുത്തിയോ അവര് കൃതാർത്ഥകളായി, യാതൊരു സംശയവും ഇല്ല എന്ന് പറയുന്നു. അപ്പോ ബ്രഹ്മാവ് പറയണു, അതുകൊണ്ട് തിര്യക്കുകളായ ഗോക്കളും മനുഷ്യരായ ഗോപികളും ദേവാദികളായ ഞങ്ങളെക്കാളും ഒക്കെ ധന്യന്മാരാണ്, ധന്യകളാണ്. അവരാണ് ധന്യകള്. പിന്നെ എന്താ പറയണു, അഹോ ഭാഗ്യം നന്ദഗോപ വ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണം
ബ്രഹ്മസനാതനം. വേദങ്ങളുടെ പൂർവഭാഗമായ കർമ്മകാണ്ഡത്തില് പറഞ്ഞ പോലെ യാഗാദി കർമ്മങ്ങൾ നടത്തുന്നവരെക്കാൾ ശ്രേഷ്ഠത ഗോകുലവാസികൾക്കുണ്ടായി എന്ന് ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞല്ലോ. ഈ ശ്ലോകത്തിൽ പറയണത് ഉപനിഷത്തുകളുടെ അർത്ഥം വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജ്ഞാനികളെക്കാൾ ശ്രേഷ്ഠത ഇവർക്കുണ്ട്, ഈ ഗോപകന്യകമാർക്ക് എന്ന് പറയുന്നു. ഗോപസ്ത്രീകൾ, നന്ദഗോപരുടെ വ്രജത്തിൽ വസിക്കുന്നവരുടെ ഭാഗ്യം അത്യാശ്ചര്യം. എന്തുകൊണ്ടെന്നാൽ എങ്ങും നിറഞ്ഞും ജന്മാദി ഷഡ്ഭാവ വികാരങ്ങളില്ലാതെയും എപ്പോഴും ആനന്ദമായും ഇരിക്കുന്ന ബ്രഹ്മം യാതൊരു വ്രജവാസികളുടെ മിത്രമായി ഭവിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ആ പരിപൂർണ ബ്രഹ്മം അവരുടെ മിത്രമായിട്ട് അവരുടെ കൂടെ കളിക്കണു, ഉണ്ണണു, ഉറങ്ങണു എല്ലാം അല്ലെ. അതുകൊണ്ട് അവരുടെ ഭാഗ്യം അവർണ്ണനീയം തന്നെ ബ്രഹ്മാവ് പറയണം. സർവത്ര നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം എല്ലാവർക്കും ഒരുപോലെയാണ്, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതാണ് ബ്രഹ്മം അല്ലെ. മിത്രം എന്ന് പറഞ്ഞാലോ ചിലർക്കൊക്കെ കിട്ടുന്നതാണ് അല്ലെ മിത്രത്വം. എല്ലാവരും മിത്രമാവില്ലേ എല്ലാവർക്കും, ചിലരെ പ്രത്യേകത ഉണ്ടാവും ശരിക്കും. അപ്പോ ബ്രഹ്മം സ്വാഭാവികമായ ആ സമത ഉപേക്ഷിച്ച് ഹിതകാരിയായി ഭവിച്ചു ആർക്ക്? വ്രജവാസികൾക്ക്. അപ്പോ അവരോടുള്ള ആ മഹാപ്രേമാതിശയം നിമിത്തം ഭഗവാന്റെ ആ കാരുണ്യം ഇത്രയും ആ വ്രജവാസികളിൽ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. ആ വ്രജവാസികളുടെ ഭാഗ്യത്തെ എങ്ങനെ വിവരിക്കും? പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് ഫലം നൽകുന്ന കൽപ്പകവൃക്ഷം എന്ന പോലെ പരമപ്രേമമുള്ളവരുടെ അന്തരംഗത്തിൽ ആനന്ദ സ്വരൂപനായി അനുഭവപ്പെടുന്നു ആ ബ്രഹ്മം. രാഗദ്വേഷാദി വൃത്തികൾക്ക് സ്ഥാനം അനുവദിക്കാതെ അന്തരംഗത്തെ പ്രേമപൂർണമാക്കാൻ സാധിക്കുന്നവര് അവരാണ് ആനന്ദികൾ. അവരിങ്ങനെ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കും. ആ ആനന്ദം തന്നെയാണ് ബ്രഹ്മം. ബ്രഹ്മാനന്ദം എന്ന് പറയണില്ലേ അല്ലെ. പ്രേമം തന്നെ ആനന്ദം, ആനന്ദം തന്നെ ബ്രഹ്മം, പ്രേമം തന്നെ ആനന്ദം. അതിനാൽ ഈശ്വരനിൽ പരമപ്രേമമുള്ളവർ ബ്രഹ്മസ്വരൂപന്മാരാണ് എന്നത് ഉറപ്പിച്ചു പറയണതിൽ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ